ഞാനും നീയും. സ്വന്തത്തെക്കുറിച്ചുള്ള അറിവ് സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാകുമ്പോൾ സ്വന്തം സ്വന്തമല്ലാതാക്കും. ഇവിടെ ബുദ്ധി പരിഭ്രമിക്കുന്നു. ചിലർ വൈരുദ്ധ്യങ്ങളുടെ സംഗമമായി ഇതിനെ മനസ്സിലാക്കി. എല്ലാം അവനാണെന്ന എൻ്റെ വാക്ക് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. നിനക്കുവേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിനക്കുവേണ്ടി പറഞ്ഞവരുടെ വാക്കുകൾ നീ ചെവി കൊടുത്തില്ല. അതെന്റെ തെറ്റല്ല. ഇപ്പോൾ എൻ്റെ നാശമാണ് നിന്റെ നിലനിൽപ്പെന്ന് നീ കരുതുന്നു. എന്നാൽ നീ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണെന്ന് നീ അറിയുന്നില്ല. വെന്തു വെണ്ണീരായ ശേഷം ചാരത്തിൽ നിന്ന് പുനർജനിക്കുന്ന ഫിനിക്സ് പക്ഷിയാണ് ഞാൻ. എൻ്റെ നാശം തന്നെയാണ് എൻ്റെ ശക്തി. ലൈലയോടുള്ള നിന്റെ അടുപ്പവുമായി നീ സ്വപ്നത്തിൽ പോലും കാണാത്ത അത്ഭുത ബന്ധമുണ്ടാക്കുമ്പോഴാണത് സംഭവിക്കുന്നത്. അതിന് നിനക്ക് ലൈലയുമായി അടുപ്പമുണ്ടാകണം. അല്ലെങ്കിൽ കടൽ കിഴവിയെയാണ് നീ പ്രാപിക്കുക. നിനക്ക് യോജിച്ച സമ്മാനം തന്നെ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ നീ നൽകി. ആത്മനിഷ്ഠമായ എൻ്റെ വാക്കുകൾ നിന്റെ വസ്തുനിഷ്ഠമായ കണ്ണുകൾക്ക് എങ്ങനെ കാണാൻ കഴിയും? മറിച്ച് നീ അവയെ വസ്തുനിഷ്ഠമാക്കാൻ പാടുപെടുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നു. ഒരിക്കലും നടക്കാത്ത നിന്റെ ആഗ്രഹം മരുഭൂമിയിലെ മരീചിക പോലെയാണ്. അന്ധന്മാർ ആനയെ കാണാൻ പോയതുപോലെയാണ് നിന്റെ അവസ്ഥ. ഒരു കഴുതയെ കുറേ ആളുകൾ ബഹുമാനിക്കുമ്പോൾ ആ കഴുതയ്ക്ക് തോന്നും താനൊരു പുലിയാണെന്ന്. നീ സ്വന്തത്തെ അറിയും തോറും ലൈലയുമായി അകന്നുകൊണ്ടേയിരിക്കും. എൻ്റെ വഴിയെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വഴിയിൽ 4 താവളങ്ങളുണ്ട്. പക്ഷെ എൻ്റെ യാത്ര തുടക്കത്തിൽ നിന്ന് തുടക്കത്തിലേക്ക് തന്നെയാണ്. അന്താലി കിൽത്താനി.